എന്തെങ്കിലും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. നിങ്ങളെല്ലാവരും ഹെൽത്തി ആണെന്നും അതുപോലെ തന്നെ സേഫ് ആണെന്നും വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. അതായത് കായ്പോള. കായ്പോള എന്ന് പറയും, കായപ്പോള എന്ന് പറയും, പഴംപോള എന്ന് പറയും. അതായത് നമ്മുടെ നേന്ത്രപ്പഴം വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡിഷാണ്. നമ്മുടെ നോമ്പ് തുറക്കൊക്കെ ഉണ്ടാക്കുന്ന അടിപൊളിയായിട്ടുള്ള ഡിഷ്. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. പക്ഷേ പലർക്കും ഇപ്പോൾ ചിലപ്പോൾ നേന്ത്രപ്പഴം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് മാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ പഴം വെച്ചിട്ടും ചെയ്യാം. പക്ഷേ ഈ നേന്ത്രപ്പഴത്തിന്റെ ടേസ്റ്റ് വേറെ പഴം വെച്ച് ചെയ്താൽ കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ചെയ്ത് നോക്കാറില്ല കേട്ടോ. പക്ഷെ കുറേ എൻ്റെ ഫ്രണ്ട്സ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള കായ്പോള. അതിനുശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒട്ടും താമസിക്കേണ്ടത് നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള കായ്പോള തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് കായ്പോള ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം എടുത്തു വെച്ചിരിക്കുന്നത് കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ കിസ്മിസും ആണ്. ഇത് ഞാൻ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഒരു 10 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് ആദ്യം തന്നെ നെയ്യിൽ വേണമെങ്കിൽ ഫ്രൈ ചെയ്യാം, അതല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ വേണമെങ്കിൽ ഫ്രൈ ചെയ്യാം, അതല്ലെങ്കിൽ വെളിച്ചെണ്ണയും നെയ്യും കൂടി രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് അതിൽ വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം. അത് നിങ്ങൾക്ക് എന്താണ് താല്പര്യം അതനുസരിച്ച് ചെയ്യാം. അതുപോലെ തന്നെ ഒരു കൈ കിസ്മിസ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഗോൾഡൻ കളർ കിസ്മിസാണ് എടുത്തിരിക്കുന്നത്. അതേസമയം ബ്ലാക്ക് കളർ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നല്ല ഗോൾഡ് ഷെയ്ഡ് ആവുന്നവരെ ഫ്രൈ ചെയ്തതിന് ശേഷം മാറ്റി വയ്ക്കാം. അപ്പോൾ അങ്ങനെ മാറ്റി വെച്ചിരിക്കുന്ന കിസ്മിസും അണ്ടിപ്പരിപ്പുമാണിത്. ഇനി നമുക്ക് വേണ്ടത് നേന്ത്രപ്പഴമാണ്. ഒരുപാട് പഴുത്ത പഴം പാടില്ല, ഒരു മീഡിയം പഴുത്ത പഴം എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ചെറിയ നേന്ത്രപ്പഴം ആയതുകൊണ്ട് 3 എടുത്തിട്ടുണ്ട്. വലിയ നേന്ത്രപ്പഴമാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 മതിയാകും. ഞാനിവിടെ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് കാണിക്കുന്നത് കേട്ടോ. അതിന് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഓവറായിട്ട് പഴുത്ത പഴമാണെന്ന് ഉണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ നെയ്യിലിട്ടൊന്ന് വറുക്കുമ്പോൾ ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകും, ആ ഭംഗി കിട്ടില്ല. അപ്പോൾ ഇതുപോലെ മീഡിയം പഴുത്ത പഴമാണ് നന്നായിട്ടുണ്ടാവുക. അതേസമയം പഴുപ്പ് കുറവുള്ള പഴമാണെങ്കിലും ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഒരു പഴത്തിന് നമുക്ക് 4 അങ്ങ് മുറിക്കാം നീളത്തിൽ. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുരു ഉണ്ടല്ലോ അതൊന്ന് റിമൂവ് ചെയ്യാം. നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒരു ഭംഗി കൂടുതൽ വരും ഇത് കളഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി നമുക്കിതിന് ചെറിയ കഷ്ണങ്ങളായിട്ടങ്ങ് മുറിക്കാം. ഇതുപോലെ 3 പഴവും കട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇവിടെ 3 പഴവും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് കുറച്ച് നെയ്യിലോ അല്ലെങ്കിൽ ഓയിലിലോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ഗോൾഡ് കളർ ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കടായി വെക്കുക. കടായിലോട്ട് നമുക്ക് വെളിച്ചെണ്ണയോ നെയ്യോ അല്ലെങ്കിൽ രണ്ടും കൂടിയുള്ളൊരു മിക്സോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നെയ്യിൻ്റെ വാസന എനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് മാത്രം. പക്ഷേ സാധാരണ എല്ലാവരും നെയ്യ് തന്നെയാണ് ചേർക്കാറുള്ളത്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് മെൽറ്റ് ആവട്ടെ. അപ്പോൾ നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ പഴം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഇങ്ങനെ ഓവറായിട്ടിങ്ങ് എന്താ പറയുക ഉടച്ചു കൊടുക്കാൻ പാടില്ല. കഷ്ണങ്ങളായിട്ട് തന്നെ കാണണം. അപ്പോഴാണ് മുറിക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുക. ഒരു 5 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ ഇതൊന്നിട്ടിട്ട് വഴറ്റുക കേട്ടോ. ഞാനിപ്പോൾ ഇതൊരു 5 മിനിറ്റോളം കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു നല്ല കാരമലൈസ്ഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളതിന് ചെയ്യുന്നത്. അതിന് ശേഷവും 2-3 മിനിറ്റ് ഇതിലൊന്നിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ ഒരു ചെറിയൊരു ബ്രൗൺ സ്പോട്ട് ഇതിൽ വരും. ചെറുതായിട്ട് ഇതേ ഒരു കണ്ടേ നല്ല ഭംഗിയുള്ളൊരു ഗോൾഡ് കളർ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അത് നല്ലൊരു ഭംഗി ഉണ്ടാവും. അതിനുവേണ്ടി മാത്രമാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് നെയ്യിൽ ഇതേപോലെ ചെയ്യുന്നതാണ് ജാൻ ചേട്ടൻ്റെ ചില ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ജാൻ ചേട്ടന് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഇതേപോലെ നെയ്യിൽ പഴം വരട്ടി കഴിക്കുന്നത്. അപ്പോൾ നമുക്കിതെടുത്ത് ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു കളർ ചേഞ്ചിങ്ങിന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതെടുത്ത് ഒരു പ്ലേറ്റിലോട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ മൊത്തത്തിൽ 10 മിനിറ്റാണ് ഈ പഴം വഴറ്റിയിരിക്കുന്നത്. ആദ്യം 5 മിനിറ്റ് ഇട്ട് വഴറ്റി, അതിനുശേഷം പഞ്ചസാര ഇട്ടതിന് ശേഷം 5 മിനിറ്റ് വഴറ്റിയെടുത്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ പഴം ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് നന്നായി ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ചൂടാറിയതിന് ശേഷം മാത്രം മുട്ടയായിട്ട് മിക്സ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ പഴം ഞാനവിടെ ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കിനും നമുക്ക് ഇതിലേക്കുള്ള മുട്ട റെഡിയാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ മിക്സി വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. മിക്സിയിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാം മിക്സ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് മിക്സിയുടെ ജാർ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാനിവിടെ 3 മുട്ട പൊട്ടിച്ചൊഴിക്കാൻ പോവുകയാണ്. ഞാൻ എപ്പോഴും ഒരു പഴത്തിന് 1 മുട്ട എന്നാണ് എൻ്റെ കണക്ക് കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 4 മുട്ട വരെ എടുക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ മുട്ട കുറവാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. പഴത്തിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3 മീഡിയം മുട്ട ഞാനിതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കുറച്ച് ഏലക്കയുടെ പൊടിയാണ്. ആ മുട്ടയുടെ വാസന മുന്നോട്ട് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഏലക്കയുടെ പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഓൾറെഡി പഞ്ചസാര ചേർത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കയുടെ പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്കയുടെ പൊടി നിങ്ങളുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്
ടേസ്റ്റ് മാറ്റം വരുത്താം. ഇപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വാനില എസൻസും വേണമെങ്കിൽ ചേർക്കാം. പക്ഷെ സാധാരണ രീതിയിൽ ഏലക്കയുടെ പൊടിയാണ് ഇതിൽ ചേർത്ത് കൊടുക്കാറുള്ളത്. ഇനി നമുക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാര എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ടായിരിക്കും. കാരണം നമ്മളിപ്പോൾ പഴം ഫ്രൈ ചെയ്ത സമയത്ത് 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് അടിച്ചെടുക്കാൻ പോവുകയാണ്. വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് മധുരം കുറവാണെങ്കിൽ മാത്രം എക്സ്ട്രാ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഒരുപാട് മധുരം വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് കഴിക്കാനൊരു പെട്ടെന്ന് ഒരു മട്ടിപ്പ് പോലെ ഫീൽ ചെയ്യും. അതുകൊണ്ട് എപ്പോഴും എൻ്റെ ഒരു അഭിപ്രായത്തിൽ മധുരം കുറവാണ് നല്ലത്. ഇത് നന്നായിട്ട് അടിച്ചിട്ട് ഞാൻ കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ആ മുട്ട അടിച്ച് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ കൂടി 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. തിളപ്പിച്ച ആറ്റിയ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പാൽ ഒഴിക്കണമെന്ന് നിർബന്ധമില്ല. പാൽ ഒഴിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു സോഫ്റ്റ്നെസ് കൂടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പാൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനിപ്പോൾ മധുരം നോക്കിയപ്പോൾ എനിക്ക് മധുരം തീരെ കുറവായി തോന്നി. അതുകൊണ്ട് ഞാൻ 1/2 ടേബിൾ സ്പൂണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തം ഞാനിതിലേക്ക് ഇടുന്ന പഞ്ചസാരയുടെ അളവ് 2 ടേബിൾ സ്പൂൺ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് മാറ്റം വരുത്തണം. അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ ഈ മുട്ടയുടെ മണം മുന്നോട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അല്പം കൂടി ഏലക്കയുടെ പൊടിയോ അല്ലെങ്കിൽ എസൻസോ ചേർത്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസില്ലേ അതിൻ്റെ ഒരു 1/4 ഭാഗം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഭാഗം നമുക്ക് എല്ലാം കഴിഞ്ഞ് മേലേക്ക് ഇട്ട് കൊടുക്കാനുണ്ട്, ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് കുറച്ചൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന പഴം, തണുത്ത പഴം, ചൂടുള്ള പഴം പാടില്ല, തണുത്ത പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള ഏത് പാനാണ് അതിനനുസരിച്ച് ഉണ്ടാക്കാം. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് വീതിയുള്ള കുഴി കുറഞ്ഞിട്ടുള്ള പാനാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഉണ്ടാക്കുന്ന കായ്പോളയ്ക്ക് തിക്നെസ് വളരെ കുറവായിരിക്കും. നമ്മളൊരു ഓംലെറ്റ് പോലെ ഉണ്ടാവുള്ളൂ, കുറച്ച് മാത്രം കട്ടി ഉണ്ടാവുള്ളൂ, പക്ഷേ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ അതൊക്കെ ആണെങ്കിൽ ഒരു 12 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെറിയ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ കുക്കായി കിട്ടാറുണ്ട്. അതേസമയം നിങ്ങൾക്ക് കുറച്ച് തിക്കായിട്ടുള്ള കേക്ക് പോലെയൊക്കെ ഇരിക്കുന്ന കായ്പോളയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കുഴിയുള്ള പാത്രത്തിൽ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ഹൈറ്റ് വരും. മനസ്സിലായല്ലോ? അപ്പോൾ എന്താണ് നിങ്ങൾക്ക് താല്പര്യം അതനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഹൈറ്റ് വരാൻ വേണ്ടിയിട്ട് ഇതുപോലത്തുള്ള സോസ് പാനിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പാത്രം ഏതാണോ അതനുസരിച്ച് ചെയ്യാം. ഇതിപ്പോൾ ഞാനിപ്പോൾ ഹൈറ്റുള്ള കായ്പോള ഉണ്ടാക്കാൻ പോകുന്ന കാരണം മാത്രം ഒരു ദോശത്തവ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലാണ് ഈ പാത്രം വെച്ച് കൊടുക്കാൻ പോകുന്നത്. അതല്ലെങ്കിൽ നമ്മൾ 10-30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചാൽ പോലും ചിലപ്പോൾ താഴെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് റിസ്ക് എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇതുപോലത്തെ തവ ചൂടാക്കിയിട്ട് ഇതിൻ്റെ മുകളിലാണ് നമ്മുടെ ഈ സോസ് പാൻ വെച്ച് കൊടുത്തിട്ട് ഇതിലേക്കാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അതേസമയം തിക്നെസ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാത്രം താഴെ വെക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് കുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഒട്ടും താഴെ കരിയില്ല. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തവ വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, ഇത് നമുക്ക് മീഡിയം ചൂടാക്കാം. മീഡിയം തവ ചൂടാവട്ടെ. അതിനുശേഷം നമ്മുടെ ഈ പാത്രം ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. കടായി മീഡിയം ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ ഈ പാത്രം എടുത്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ സോസ് പാൻ ഇത്തിരി ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം എല്ലാ ഭാഗത്തേക്കും ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. കാരണം ഇത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചുറ്റിച്ചു കൊടുക്കാൻ പറയുന്നത്. ആ ഓയിൽ കണ്ടൻറ്റ് വേണം, ഓയിൽ അല്ലെങ്കിൽ നെയ്യ്. ഇപ്പോൾ ഒഴിക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലാണ് തീ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് ലെവൽ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് തേങ്ങ വറുത്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെയും ചെയ്യാം. തേങ്ങ വറുത്തിടുന്നവരുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഇതിലെന്തായാലും തേങ്ങയൊന്നും വറുത്തിട്ടിട്ടില്ല. ഇനി നമുക്ക് തീ കുറയ്ക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം, ഭംഗിക്ക് വേണ്ടിയിട്ട്. നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി, അല്ലെങ്കിൽ ഒരു പകുതി കുക്കാവുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടച്ച് വെച്ചിട്ട് അങ്ങ് കുക്ക് ചെയ്തെടുക്കുക. ഒരു 20 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഒരു ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. അപ്പോൾ ക്ലിയർ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കുക്കായിട്ടുണ്ടെന്നാണ്. അതിലേക്ക് കുറച്ചും കൂടെ സമയം നമുക്ക് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടച്ച് വയ്ക്കാം. അപ്പോൾ ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് നോക്കിയാലോ. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ടുണ്ട്. എന്നാൽ പോലും നമുക്കൊന്ന് തിരിച്ചിട്ടിട്ട് ജസ്റ്റ് ഈ ഭാഗം കൂടെ ഒന്ന് കറക്റ്റായിട്ട് ചെയ്തെടുക്കാം. ഓൾറെഡി ഇതായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സംശയം വേണ്ട. ഈ ഭാഗം കൂടെ ജസ്റ്റ് ഒന്ന് ഒരു 2 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ആദ്യം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്ന പാൻ ഉണ്ടായിരുന്നില്ല, അതിലോട്ട് നമുക്കൊന്ന് കമത്തണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ആ പാനിൽ കുറച്ചൊന്ന് നെയ്യോ ഓയിലോ ഒന്ന് പരട്ടി കൊടുക്കാം. നിങ്ങളുടെ ഗ്യാസ് അനുസരിച്ചും പാത്രം അനുസരിച്ചും ഒക്കെ ഇതിൽ ടൈമിൽ മാറ്റം വരും കേട്ടോ. ഞാൻ ഇച്ചിരി ഹൈറ്റുള്ള രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന കാരണം എനിക്ക് 30 മിനിറ്റ് എടുത്തത്. അതേസമയം ഹൈറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് കൊണ്ടൊക്കെ ആവും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ട് കമത്തി ഇട്ട് കൊടുക്കുക. കമത്തി ഇടുമ്പോഴും സൂക്ഷിക്കുക, കൈയൊന്നും പൊള്ളിക്കരുത്. ഒരു ടവലോ ഒക്കെ പിടിച്ചതിന് ശേഷം പതുക്കെ സൂക്ഷിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ല സൂപ്പറായിട്ടുള്ള
കായ്പോളയാണ് കണ്ടത്, നല്ല ഗോൾഡ് കളറായിട്ടുണ്ട്, കരിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്കിതൊരു ഇതേപോലെ തന്നെ ചെറിയ തീയിൽ വെച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റ് മാത്രം റെഡിയാക്കിയാൽ മതി. കാരണം അവിടെ ഒരു ഗോൾഡ് കളർ കിട്ടാൻ വേണ്ടി മാത്രം. അങ്ങ് മേലെ ഓൾറെഡി കുക്കായിട്ടുണ്ടെങ്കിൽ തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. ചിലപ്പോൾ തിരിച്ചിടുമ്പോൾ നിങ്ങൾക്ക് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്നാലും ഒന്ന് തിരിച്ചിട്ടു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇത് 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. എപ്പോഴും കായ്പോളയൊക്കെ ചൂടോടുകൂടി കഴിക്കുന്നതാണ് നല്ലത്. ചെറിയ ചൂടോടുകൂടി കഴിക്കണം. ചൂടാറി കഴിഞ്ഞാൽ ഈ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ആ മുട്ടയുടെ വാസനയൊക്കെ ഇങ്ങനെ മുന്നോട്ട് നിൽക്കാൻ തുടങ്ങും. ചൂടോടുകൂടി അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാൻ പോവുകയാണ്. കൈ സൂക്ഷിക്കണം എപ്പോഴും ഇതേപോലെ പ്ലേറ്റിലോട്ടൊക്കെ മാറ്റുമ്പോൾ, കാരണം ചൂടുണ്ടാവും നമ്മുടെ പാനിലൊക്കെ. അപ്പോൾ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കായ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്, കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ല ഗോൾഡ് കളറിൽ നല്ല സൂപ്പർ ആയിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ കയ്യിലുള്ള പാൻ അനുസരിച്ച് കുക്കിംഗ് ടൈം മാറ്റം വരും. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ. നമ്മുടെ പഴം ഒക്കെ സൂപ്പറായി കുക്കായിട്ടുണ്ട്. എല്ലാ ഭാഗവും നല്ല കുക്കായി വന്നിട്ടുണ്ട്. സൂപ്പറായിട്ടുള്ള കായ്പോള റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചതിന് ശേഷം സെർവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. ആ മനോഹരമായ ഒന്ന് കാണിച്ച് അത് ഇന്നലെ നമ്മള് പറഞ്ഞ പോലെ ഈ മുടി ഇല്ലാണ്ടായപ്പോൾ ഭയങ്കര വണ്ണം തോന്നുന്നുണ്ടല്ലോ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. മൈ ഗോഡ്, ഈ രൂപമായിരുന്നു ശരിക്കും. അവിയോ എന്റെ അച്ഛനെ എന്താ ചെയ്യണ്ടേ? എന്തോ അറിയാവുന്ന കാര്യം ചെയ്ത പോലെ.